ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ യഥാർത്ഥ പ്രവണതയ്ക്ക് അപ്പുറത്തായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മനസ്സ് അശാന്തമായിട്ടിരിക്കുന്നത്. മനസ്സ് ശാന്തവും തൃപ്തിയാകുന്ന എപ്പോഴാണ്? ആത്മാവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മാവ് തൃപ്തനാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴും സംതൃപ്തി വരുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ആത്മാവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ആത്മാവിന് അതൃപ്തി തോന്നും. ചില സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഉള്ളിലൊരു കുറ്റബോധം തോന്നും. എന്തുകൊണ്ട്? മനസ്സാക്ഷി എന്നൊക്കെ പറയുന്നത് അത് ഈശ്വരനല്ല, ഭഗവാൻ തന്നെ, എല്ലാം ഭഗവാന്റെ അംശം തന്നെ. പക്ഷേ എന്തുകൊണ്ട് കുറ്റബോധം തോന്നും? അത് ആത്മാവിൽ നിന്ന് വരുന്ന ഒരു വാക്കുകളാണ്. ആത്മാവിന് തൃപ്തിപ്പെട്ടില്ല. ആത്മാവ് എന്ന് പറയുന്നതാണ് നമ്മൾ തന്നെ. നമ്മൾ ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അടിമയായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മനസ്സിങ്ങനെ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ശരീരമല്ല, മനസ്സുമല്ല. മനസ്സിൻ്റെ ചിന്തകളാണ് നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത്. മനസ്സാണ് നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. അതിനനുസരിച്ച് നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ആത്മാവ്, നമ്മൾ, ഇതിനകത്തിരിക്കുന്ന നമ്മൾ അതൃപ്തരായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ആത്മാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തൃപ്തി വരും, സന്തോഷം വരും, സമാധാനം വരും. വളരെ സിമ്പിളാണ്. എന്നിട്ട് ആത്മാവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാന്റെ സേവനം, കൃഷ്ണ സേവനം. കാരണം എന്തുകൊണ്ട്? ജീവേര സ്വരൂപ് ഹോയ് കൃഷ്ണേര നിത്യദാസ്. ആത്മാവിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കൃഷ്ണന്റെ ദാസൻ. ഒരു പോലീസിൻ്റെ ഡ്യൂട്ടി എന്താ? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം ചെയ്യുക. ഒരു മിലിറ്ററിക്കാരൻ്റെ ഡ്യൂട്ടി എന്താ? മിലിറ്ററിക്കാരൻ്റെ ഡ്യൂട്ടി ചെയ്യുക. ഒരു അമ്മയുടെ ഡ്യൂട്ടി എന്താ? വീട്ടമ്മയായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി എന്താ? ഫാമിലിയുടെ കാര്യം നോക്കുക. ഒരു മന്ത്രിയുടെ ജോലി എന്താണ്? മന്ത്രി ഏത് വകുപ്പാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വകുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുക. പ്രധാനമന്ത്രിയെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ. ഇതേപോലെ ഇതൊക്കെ പുറമേ ഉള്ള ഉപാധികളാണ്, പുറമേ ഉള്ള ധർമ്മങ്ങളാണ്, പുറമേ ഉള്ള ഉത്തരവാദിത്തങ്ങളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവിൻ്റെതായിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് പുറമേ നമ്മൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും പിച്ചക്കാരനാണെങ്കിൽ പോലും ഒരു മൃഗമാണെങ്കിൽ പോലും ആത്മാവിൻ്റെ പ്രവണത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവനമാണ്. ഇതൊഴികെ നമ്മൾ ബാക്കി എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അതും ഭഗവാന്റെ സേവനം എന്ന് പറഞ്ഞാൽ കൃഷ്ണ സേവനം എന്ന് തന്നെ എടുത്തു പറയണം. കാരണം എന്താ? നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാ ജീവാത്മാക്കളും എല്ലാ ദേവന്മാരും വരുന്നത് ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ്. എല്ലാ ദേവന്മാരുടെ ലക്ഷ്യവും എല്ലാ ദേവന്മാരുടെയും ധർമ്മം കൃഷ്ണ സേവനമാണ്. ഏകലേ ഈശ്വർ കൃഷ്ണ ആരസഭൃത്യ എന്നാണ് ചൈതന്യത്തിൽ പറയുന്നത്. ഒരേ ഒരു ഈശ്വരൻ, അത് കൃഷ്ണനാണ്. ബാക്കിയെല്ലാം ഭഗവാന്റെ ഭൃത്യന്മാരാണ്.